ഹലോ, ഇന്ന് ഞാൻ ഈ ഫോട്ടോ ലൈറ്റിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എഡിറ്റിംഗ്, പ്രിൻറ്റിങ്, പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ക്യാൻവയിലായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവയിൽ നിങ്ങൾക്ക് A3 ഡോക്യുമെൻറ്റിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിലാണ് പ്രിൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് A4 ഡോക്യുമെൻറ്റിലാണ്. അപ്പോൾ ആദ്യം തന്നെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക, ഇതുപോലെ A4 ഡോക്യുമെൻ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പിക്സലൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ചൊരു എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് പോളറോഡ് ഫ്രെയിം ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം അത് ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഓരോ പിക്കായിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം ആ പോളറോഡിൻ്റെ ഇതിനകത്ത് ഒരു സൈഡിലൊരു ബ്ലാക്ക് പോലത്തെ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നാറുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ പിക്കായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചിലർ ചോദിക്കുന്നൊരു ഡൗട്ടാണ്, നിങ്ങൾ എന്ത് പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കുന്നത്? വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് ഗ്ലോസി പേപ്പറിലാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ കൊടുത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേസർ ആയിരിക്കും കുറച്ചൊരു അഫോർഡബിൾ ആയിട്ട് കിട്ടുക. കാരണം ഗ്ലോസിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും. നിങ്ങൾക്ക് ആ റേറ്റിന് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ താഴെ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പിക്കെല്ലാം കുറച്ച് താഴത്തോട്ടായിട്ട് ഇരിക്കുവാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ താഴെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലാണ് നമുക്ക് ഈ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ഡാർക്കായിട്ടുള്ള കുറച്ച് പിക്കാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയിടാം. പക്ഷേ ഒരുപാട് കൂട്ടരുത് കേട്ടോ. കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി പോകും. പിന്നെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വയ്ക്കേണ്ടത്, ഇപ്പോൾ സ്റ്റുഡിയോയിലെ പ്രിൻ്റ് ആണെങ്കിലും നമ്മൾ വീട്ടിലെടുക്കുന്ന പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല പ്രിൻ്റ് എടുക്കുമ്പോൾ വരാം. എല്ലാ കളേഴ്സും കുറച്ചുകൂടി എൻഹാൻസ് ആയിട്ടായിരിക്കും വരാം. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള പിക്കാണെങ്കിൽ അത് കുറച്ചുകൂടി ഡാർക്കായിട്ടായിരിക്കും പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് വരാം. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് വേണം എപ്പോഴും പ്രിൻ്റ് എടുക്കാനായിട്ട്. ഇനി താഴെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഫോൺസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ചിലതെല്ലാം പ്രീമിയം ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഫോൺസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എസ്തെറ്റിക്കും അതുപോലെ തന്നെ കുറച്ച് ക്യൂട്ട് ആക്കണം എന്നാണെങ്കിൽ ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്നോ എവിടെന്നെങ്കിലും നമുക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഒന്ന് സേവ് ചെയ്തിടാം ഗാലറിയിൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുക്കുക, എന്നിട്ട് ബാക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ബാക്കിലോട്ട് പൊക്കോളും. എന്നിട്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള പോളറോയിഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല സിമ്പിളാണ് ചെയ്യാനായിട്ട്. ക്യാൻവയിൽ തന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ മിക്കതും പ്രീമിയം ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PDF പ്രിൻറ്റിൽ വേണം കേട്ടോ സേവ് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുക്കാനായിട്ട് നിങ്ങൾ സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഈ PDF അങ്ങനെ അവർക്ക് അയച്ചു കൊടുത്താൽ മതി. മെയിൽ അയക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ പ്രിൻ്റ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും ലാപ്പിലാണ് എഡിറ്റ് ചെയ്യാറ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോണിൽ ചെയ്ത് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഗ്ലോസി ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രിൻ്റ് കിട്ടുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. PDF പ്രിൻ്റായിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോൾ ഇതുപോലത്തെ പേപ്പർ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ പേപ്പർ കട്ടറിലോട്ട് മാറിയിട്ട്. അതുവരെ ഞാൻ കത്രിക യൂസ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കട്ടർ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ആദ്യം തന്നെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തൊന്ന് പഠിക്കുക. മീൻസ് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാനും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ മാത്രമേ പേപ്പർ കട്ടറിലേക്കൊക്കെ മാറിയാൽ മതി കേട്ടോ. ഇതുപോലത്തെ മിനി ബോക്സിലാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യാറുള്ളത്. നമുക്ക് സെറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസ് മാത്രം വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സെറ്റിൽ വരുന്നത് ഇതുപോലെ ഫോട്ടോസ് ഉണ്ടാവും, വുഡൻ ക്ലിപ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കോർക്ക് ലൈറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ ത്രൂ ആണ് ഓർഡേഴ്സ് എല്ലാം എടുക്കാറുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റ ID മെൻഷൻ ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.